والله أنا ما أدري الموقع، أنا ما أدري الموقع. ما تعرف الموقع بالضبط؟ لا والله أنا ما أعرف الموقع بالضبط. لا لا ما في موقع، ما في موقع مرة. ലൊക്കേഷൻ ഒന്ന് വിട്ടു തരൂ, ആ ലൊക്കേഷൻ ഒന്ന് വിട്ടു തരൂ. എങ്ങനെയാണ് അറബി പറയുക? ارسل لي موقع يا شيخ، ارسل لي موقع يا شيخ. അറബിക് യൂണിയുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കേവർക്കും ഹൃദ്യമായ സ്വാഗതം. പലപ്പോഴും നാം ഫേസ് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ചില സംസാര ശൈലികളാണ്. നാം ഒരു വഴിക്ക് പോകുന്നു, ആ സ്ഥാനം അറിയാൻ ലൊക്കേഷൻ ഒന്ന് വിട്ടു തരൂ. എങ്ങനെ പറയുക? ارسل لي موقع، لو سمحت ارسل لي موقع. ദയവായി ആ ലൊക്കേഷൻ ഒന്ന് വിട്ടു തരൂ എന്ന്. മൗഖ അത് സംസാരിക്കുമ്പോൾ മൗഖ എന്നും പറയും. മൗഖ എന്ന് പറഞ്ഞാൽ ലൊക്കേഷൻ, സ്ഥാനം, സ്ഥലം എന്നാണ് അർത്ഥമുള്ളത്. ഇപ്പോൾ موقع الحادث، هذا الموقع ഇതാണ് സ്ഥലം. موقع الحادث، ആക്സിഡൻറ്റ് നടന്ന സ്ഥലം ഇതാണ്. والله أنا ما أدري الموقع، أنا ما أدري الموقع. എവിടെയാണ് موقع, എവിടെയാണ് ആ സ്ഥാനമെന്ന് എനിക്കറിയില്ല. ما تعرف الموقع بالضبط؟ لا والله أنا ما أعرف الموقع بالضبط. أنت ما تعرف الموقع بالضبط. കൃത്യമായും സ്ഥാനം എവിടെയെന്ന് നിനക്കറിയില്ലേ? ഇല്ല, ആ സ്ഥാനം എവിടെയെന്ന് എനിക്കറിയില്ല. بالضبط എന്നാൽ കൃത്യമായും എന്നാണ്. ഓക്കെ, മൗഖ. അപ്പോൾ ഇതിന് മറ്റു പല തലങ്ങളിലേക്കും പോകുന്ന ഒരു പദമാണ് മൗഖ എന്നത്. ഇപ്പോൾ ഒരു ചാൻസുമില്ല എന്ന് പറയാൻ, ഇപ്പോൾ ജനങ്ങളൊക്കെയും ഒരു പ്ലേസിൽ ഇരിക്കുന്നു, അവിടെ ഇനി വല്ല ചാൻസ് ഉണ്ടോ എന്ന് ചോദിക്കാൻ ഫി മൗഖ യാഖി, ഫി മൗഖ عندك, നിങ്ങളടുക്കൽ ചാൻസ് ഉണ്ടോ? ലാ ലാ മാ ഫി മൗഖ, മാഫി മൗഖ മറ, ഒരു ചാൻസും ഇല്ല. ഒരു ഭൂമിയൊക്കെ വിൽക്കാൻ വെക്കുമ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് موقع الموقع للبيع. ഈ സ്ഥലം വിൽപ്പനക്കുള്ളതാണ്. ഓക്കെ, ഇതുപോലെ മൗഖയിൻ്റെ വ്യത്യസ്തമായ അർത്ഥ തലങ്ങളിലേക്ക് നാം കടക്കുകയാണെങ്കിൽ ഒരു വിശുദ്ധ വചനമുണ്ട്, ഇത്തഖി മൗഖഅത്തുഹുമ. ഒരു ഉപദേശമാണത്. ഇത്തഖി മൗഖഅത്തുഹുമ, തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ചാൻസുകളെ നീ സൂക്ഷിക്കുക. അതാണ് മൗഖ. ഓക്കെ, മൗഖ ഇത് സന്ദർഭം, സ്ഥലം എന്നതിനൊക്കെയും ഉപയോഗിക്കുന്ന ഒന്നാണ്. അപ്പം ഞാൻ പറഞ്ഞ ലൊക്കേഷൻ വിട്ടു തരൂ എന്ന് എങ്ങനെ പറയുക? അർസിൽ ലി മൗഖ. നമ്മളൊരാളോട് പറയുകയാണ്, ഞാൻ നിനക്ക് ലൊക്കേഷൻ വിട്ടു തരാം, നീ ഒന്ന് വെയിറ്റ് ചെയ്യൂ, ഞാൻ ലൊക്കേഷൻ വിട്ടു തരാം. ഓക്കെ, അന ബർസില്ലക്കൽ മൗഖ, അൽ മൗഖ, അങ്ങനെ പറയാം. ഇനി നമ്മുടെ വെബ്സൈറ്റിനും സാധാരണഗതിയിൽ മൗഖ, ഷാഹിദുൽ മൗഖ എന്ന് പറയും. ഷാഹിദുൽ മൗഖ, നിങ്ങൾ നമ്മുടെ വെബ്സൈറ്റ് സന്ദർശിക്കാന്നൊരു മൗഖ. പല മൗഖകളും മവാഖ എന്ന് പറയും. ഓക്കെ, അപ്പം മൗഖിൻ്റെ ബഹുവചനമാണ് മവാഖ, മവാഖ അൽ ഖയാൽ എന്നിങ്ങനെ പറയും. ഓക്കെ, ഇങ്ങനെയുള്ള മൗഖിൻ്റെ വ്യത്യസ്ത സ്ഥലങ്ങളെ നിങ്ങൾ പരിചയപ്പെടുക. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ റിലേറ്റീവായി, ഇതുമായി ബന്ധപ്പെട്ട മറ്റ് പുതിയ വിവരങ്ങളുമായി ഞാൻ പിന്നീട് വരുന്നതാണ്. ഓക്കെ, നഷ്കുർക്കും ജമീഅ, മഅസ്സലാമ.